ഡയറക്ടർ ചിദംബരത്തിൻ്റെ ഏറ്റവും പുതിയ മൂവി ബാലൻ ദി ബോയ് കാണാനുള്ളൊരു 3 റീസൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ചിദംബരത്തിൻ്റെ ഡയറക്ഷനിൽ വന്ന മലയാളത്തിൽ ഇപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവി ബാലൻ ദി ബോയ് കാണാൻ പോയി. അപ്പോൾ ആ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അമ്മയും മോനും തമ്മിലുള്ള വൈകാരികമായ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇമോഷണൽ കണക്ഷനാണ് ആ മൂവി പറഞ്ഞു പോകുന്നത്. ആ മൂവി ഭയങ്കര സ്ലോ ഫേസിൽ എടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. ബട്ട് ആ മൂവിയെ നമ്മൾ ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലാഗ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്ലേസ് ചെയ്തിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് മലയാളത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫറുകളിൽ ഒരാളായ ഷൈജു ഖാലിദിൻ്റെ ഫ്രെയിംസ്. എവിടെ നോക്കിയാലും ഗ്രീൻ അല്ലെങ്കിൽ ബ്യൂട്ടി അല്ലെങ്കിൽ ഓരോ ഫ്രെയിമും ഭയങ്കര അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ആ മൂവിയിൽ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്. സുഷിൻ ശ്യാം അതിൽ ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുതൽ അതിൽ ചെയ്തിരിക്കുന്ന ഓരോ സോങ്ങും ആ മൂവിക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ആ സ്ലോ ഫേസിനെ നമുക്ക് തോന്നാതിരിക്കാനുള്ള ഒരു കാരണമാവുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ ഓരോ സിറ്റുവേഷനും ഭയങ്കര ഒരു ഇമ്പാക്ട്ഫുൾ നമ്മളിലേക്ക് തരാൻ പറ്റുന്നുണ്ട്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് മലയാളത്തിൽ ഇപ്പോൾ വൺ ഓഫ് ദി പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള ഗണപതി കാസ്റ്റ് ചെയ്തിട്ടുള്ള ഫർസാന പാലത്തിങ്കൽ ആൻഡ് ആദിശേഷ്. ആ മൂവി ത്രൂ ഔട്ട് ക്യാരി ചെയ്യുന്ന ആ 2 ആളുകളാണ്. ഓരോ ഫ്രെയിമിലും അവർ കൊടുക്കുന്ന എക്സ്പ്രഷൻസിനായാലും ഇമോഷൻസ് ആയാലും ഭയങ്കര അടിപൊളിയായിട്ട്, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനും അവർ കൊടുക്കുന്ന ആറ്റിറ്റ്യൂഡ് ആയാലും ആ മൂവിക്ക് ഒരു എക്സ്ട്രാ ഒരു ഇമ്പാക്റ്റ് നൽകുന്നുണ്ട്. സോ അതൊക്കെയാണ് ഞാൻ കണ്ടൊരു 3 റീസൺ എന്ന് പറയുന്നത് ആ മൂവി കാണാനുള്ള. സോ നിങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ആ മൂവി കാണാനുള്ള റീസൺ?